പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. രണ്ടിടത്തും സി പി എമ്മിൻ്റെ കോട്ടയാണ്. രണ്ടിടവും പയ്യന്നൂരും സി പി എമ്മിൻ്റെ കോട്ടയാണ്, തളിപ്പറമ്പും കോട്ടയാണ്. അവിടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച ടി വി മധുസൂദനനും പി കെ ശ്യാമളയും, അതായത് എം വി ഗോവിന്ദൻ്റെ ഭാര്യയും ഗോവിന്ദമാഷിൻ്റെ ഭാര്യയും അതുപോലെ ടി വി മധുസൂദനൻ നിലവിൽ MLA-യുമാണ് മത്സരിച്ചത്. രണ്ടുപേരും തോറ്റുപോയി. അപ്പോൾ തോറ്റുപോയതിൻ്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. അവിടെ കമ്മിറ്റി വയ്ക്കുന്നു, സബ് കമ്മിറ്റി വന്ന് സി പി എം എന്നും അങ്ങനെയാണ്. സി പി എം ഒരു ഇലക്ഷനിൽ തോറ്റുപോയാൽ ഉടൻ തന്നെ ഒരു സബ് കമ്മിറ്റി വയ്ക്കും. സബ് കമ്മിറ്റി അന്വേഷണം നടത്തും. അവർ തീരുമാനങ്ങൾ കൊണ്ടുവരും. ചില വ്യക്തികളെ രക്തസാക്ഷിയാക്കും, അല്ലെങ്കിൽ ചില കമ്മിറ്റികളെ തന്നെ അങ്ങ് രക്തസാക്ഷിയാക്കും. എന്തായാലും പയ്യന്നൂർ ഏരിയ കമ്മിറ്റി രക്തസാക്ഷിയാകാൻ പോവുകയാണ്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റി വരികയാണ്. അപ്പോഴാണ് പയ്യന്നൂരിലെ സഹാക്കൾ ചോദിക്കുന്നത്, ഞങ്ങളെയാണോ പിരിച്ചുവിടേണ്ടത്, സംസ്ഥാന കമ്മിറ്റിയാണോ പിരിച്ചുവിടേണ്ടത്? കാരണം സംസ്ഥാന കമ്മിറ്റി അറിയാതെ ഇവിടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമോ, അല്ലെങ്കിൽ പി കെ ശ്യാമളെ സ്ഥാനാർത്ഥിയായത് സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് വരുന്ന ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഞങ്ങളെ കുറ്റം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഏരിയ കമ്മിറ്റി വളരെ ശക്തമായി രംഗത്തുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 102 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കുകയും സി പി എം തോൽക്കുകയും ചെയ്തു. പയ്യന്നൂരിന് മാത്രമായിട്ട് എന്താ ഒരു പ്രത്യേകത? പയ്യന്നൂർ മാത്രമല്ലല്ലോ, നിരവധി മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ സി പി എമ്മിൻ്റെ മണ്ഡലങ്ങൾ, കോൺഗ്രസിൻ്റെ അല്ല സി പി എമ്മിൻ്റെ പരമ്പരാഗതമായ മണ്ഡലങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തു. എന്താണ് ചെയ്യാനുള്ളത്? വാമനപുരം കോൺഗ്രസ് പിടിച്ചെടുത്തു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ചിറയൻകീഴ് CPI പിടിച്ചെടുത്തു. അതുപോലെ ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ തൃക്കരിപ്പൂർ സി പി എമ്മിൻ്റെ കോട്ടയല്ലേ, പക്ഷെ അവിടെ കോൺഗ്രസിൻ്റെ സന്ദീപ് വാര്യരല്ലേ ജയിച്ചത്. അപ്പോൾ ഓരോ മണ്ഡലം എടുത്താലും അവിടെയെല്ലാം സി പി എമ്മിൻ്റെ കോട്ട കൊത്തളങ്ങൾ ഒന്നൊന്നായി കോൺഗ്രസ് തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്, അല്ലെങ്കിൽ ലീഗ് തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവരെല്ലാം പിരിച്ചുവിടുമോ? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളെയും പിരിച്ചുവിടുമോ എന്നൊരു ചോദ്യം സഖാക്കൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. തൽക്കാലം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിഞ്ഞു പോട്ടെ. അതൊരു അഡ്ഹോ കമ്മിറ്റി വഴി ആണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അതൊരു അഡ്ഹോ കമ്മിറ്റി കൊണ്ട് തീരില്ല. കാരണം പയ്യന്നൂരിലെ വിഷയം ഇപ്പോൾ തലശ്ശേരിയിലേക്ക് ബാധിച്ചിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണനെതിരെയുള്ള, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിലുള്ള ട്രസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മാരകം നിർമ്മിക്കാനും അതിൻ്റെ ട്രസ്റ്റ് ഒരുപാട് പണം പിരിച്ചെന്നും അത് അഴിമതിയാണെന്ന് പറഞ്ഞുള്ള പുതിയ കഥകൾ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ രക്തസാക്ഷി ഫണ്ട് പിരിക്കുന്നതിനും രക്തസാക്ഷികളുടെ കുടുംബത്തിന് ഫണ്ട് കൊടുക്കുന്നതിനുള്ള പൈസ പിരിക്കുന്നതുമെല്ലാം വിവാദങ്ങളിൽപ്പെട്ട് വല്ലാതെ ഉലരിയുന്ന ഒരവസ്ഥയാണ് സി പി എമ്മിനെ സംബന്ധിച്ച്. അതിനിടയിലാണ് ഒന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റു, 25 സീറ്റായി, അത് തന്നെ വലിയൊരു സങ്കടത്തിലേക്ക് നിൽക്കുന്നു. പാർട്ടി വളരെ വലിയ പ്രതിരോധത്തിലാണ്. മുഖ്യമന്ത്രിയും ഗോവിന്ദമാഷിനും മാറണം എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു നടപടി വരുന്നത്. ആ നടപടി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും പാർട്ടി സഖാക്കൾ അംഗീകരിക്കുന്നില്ല. അവർ അത് ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് മാത്രമായിട്ട് എന്തൊരു നടപടി? അപ്പുറത്ത് പി കെ ശ്യാമള തോറ്റില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് തൃക്കരിപ്പൂരിൽ തോറ്റില്ലേ, കാസർഗോഡ് തോറ്റില്ലേ, പല സ്ഥലങ്ങളിലും സി പി എമ്മിൻ്റെ പേരാമ്പ്രയിൽ, കോട്ടകൊത്തളങ്ങളായ പേരാമ്പ്രയിൽ തോറ്റില്ലേ. അപ്പോൾ ഇനി പിന്നെ എന്ത് ന്യായമാണ് പറയാനുള്ളതെന്നാണ് അവിടുത്തെ നമ്മുടെ പയ്യന്നൂരിലെ സഖാക്കൾ ചോദിക്കുന്നത്. പക്ഷേ എന്തായാലും പാർട്ടി പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇനി അവിടെയുള്ള പാർട്ടി മെമ്പർമാരെയെല്ലാം ചേർത്തുകൊണ്ട് അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി അഡ്ഹോ കമ്മിറ്റി ഭരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരുടെ സംശയം സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷാണ്. തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം.